ഹലോ, ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ്. പോകാൻ നേരത്തെ ഞാൻ വണ്ടി ഇറക്കാന്ന് പറഞ്ഞിട്ട് മോള് റോട്ടിലേക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. ആളുടെ കയ്യിലേ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പോയി വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ജംഗ്ഷനിൽ സാധനമൊക്കെ വാങ്ങിച്ചു. തിരിച്ചു വരുമ്പോൾ BM കായലിൻ്റെ അതിൽ കൂടെ വന്നത് കേട്ടോ. അപ്പോൾ ആ പാർക്കിൻ്റെ അവിടെ നിന്നിട്ട് സൺസെറ്റൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതെങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് പിന്നെ പറയാൻ വേണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നേ. ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഒരുപാട് ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്ത് പോയി കാണുന്ന കാഴ്ചകളെക്കാളും ഭംഗി നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഇതുപോലെയുള്ള കാഴ്ചകളാണ് എന്ന് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഏട്ടൻ എന്താണ് കൊടുത്തയച്ചത് എന്നറിയാനുള്ള ഒരു തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വേഗം കവറൊക്കെ പൊട്ടിച്ചു. കവർ ഞാൻ തന്നെ പൊട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾ ഇത് തുറക്കുകയാണെങ്കിൽ മറ്റേയാൾക്ക് പരിഭവമാവും. അപ്പോൾ പിന്നെ ആ അടി ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് തുറന്നതാണ് കേട്ടോ. എന്ത് കൊടുത്തയക്കുന്നുണ്ടെങ്കിലും ഏട്ടൻ പറയാറുണ്ട്. ഇപ്രാവശ്യം ഒന്നും വിട്ട് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കവർ തുറക്കുമ്പോഴേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അച്ചുട്ടിക്ക് ഒരു ഹെഡ്സെറ്റും പിന്നെ കുറച്ച് സോപ്പ്, പിന്നെ ഈത്തപ്പഴം, പിന്നെ ഡയറി മിൽക്കിൻ്റെ വലിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയ സ്നിക്കേഴ്സും മാൾസൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു ഏട്ടാ, ലവ് യു. എനിക്കാകെ വേണ്ടത് ഈ മിഠായി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഒരു മിഠായി ഇരുന്ന് കഴിച്ചിട്ടാ. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറി മിൽക്ക് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതും കൂടെ കഴിച്ചപ്പോൾ നല്ലൊരാശ്വാസം കിട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെ മോള് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഈത്തപ്പഴം, പിന്നെ ചോക്ലേറ്റും, പിന്നെന്താ ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറുപയർ, ഉണക്കപ്പയർ, പിന്നെ ബ്രെഡ്, ജാമ്, പഴം, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, സോപ്പ്, ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തേക്കുള്ള ഇഡ്ഡലി മാവൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക് യു.